ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ണിക്ക് അംഗൻവാടി പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവളെ നേരത്തെ തന്നെ വിളിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ, ഓരോന്ന് പറഞ്ഞിട്ട്. ആൾക്ക് വാശിയും മടിയൊന്നും ഇല്ല കേട്ടോ, വിളിച്ചത് എണീക്കും എപ്പോഴും അങ്ങനെ തന്നെ. കൊമ്പക്കുട്ടീനെയും കൂട്ടിയിട്ട് ഉറക്കം കേട്ടോ രാത്രി തന്നെ. പിന്നെ അയ്യപ്പൻ പാട്ടിനെ വാങ്ങിയ വള എനിക്ക് കാണിച്ചു തരണം ഉറക്കപ്പിച്ചിൽ. അമ്മ വള കണ്ടോ, പുതിയ വളയാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവളെ വേഗം എണീപ്പിച്ചു. ഞാൻ ബെഡൊക്കെ കുടഞ്ഞ് വിരിക്കുകയാണ് കേട്ടോ. വേഗം പിന്നെ ആ പരിപാടി കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോയി. പിന്നെ ചായക്കുള്ള പാത്രം വയ്ക്കണം കേട്ടോ. ചായ വയ്ക്കാൻ ഞാൻ മാത്രമേ ചായ കുടിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഒരാൾക്കുള്ള ചായ മാത്രമാണ് ഞാൻ വെക്കാറ് കേട്ടോ. സാധാരണ കട്ടൻ ചായ കുടിക്കാറ്, പക്ഷേ ഇന്ന് ബ്രൂ കുടിക്കാൻ തോന്നിയത് കൊണ്ട് ഒരു ബ്രൂവിൻ്റെ ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് വെച്ചുകൂടെ. എനിക്ക് കോഫി ഉണ്ടാക്കിയിട്ട് അവൾക്ക് കുറച്ച് പാല് മാറ്റി വെച്ചു. പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് മൂലംകൂട് സപ്താഹം നടക്കണതുകൊണ്ട് എനിക്ക് അത് കാണാൻ പോകണം, ഭയങ്കര ആഗ്രഹമാണ്. ഇന്നലെയും പോയിട്ടാണ്. അപ്പോൾ ഇന്ന് അതിന് പോകേണ്ടതുകൊണ്ട് വേഗം രാവിലത്തെ പണിയൊക്കെ ഒരുക്കി വെക്കണം. കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കാരണം ഞാൻ തലേന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. പിന്നെ ഇത് ചായ കുടിക്കാൻ മുറ്റമൊന്നും ഇരിക്കാം കേട്ടോ. രാവിലെ നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ക്ലൈമറ്റ്. അപ്പോൾ അവൾക്ക് പാല് കൊടുത്ത് ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഇത് സിമ്പിളായിട്ട് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ, കാരണം സപ്താഹത്തിന് സദ്യ ഉള്ളതുകൊണ്ട് കൂടുതൽ വിഭവങ്ങളൊന്നും ഒരുക്കിയില്ല കേട്ടോ. അല്ലെങ്കിലും ഞാൻ ഒന്നോ രണ്ടോ കറി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതിന് പച്ചമുളകും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുകയായിരുന്നേ. പിന്നെ ചോറ്റിന് അരി ഇട്ടു. അപ്പോഴേക്കും പിന്നെ പരിപ്പ് വെന്ത് വന്നു കേട്ടോ. വെന്ത് വന്നിട്ട് പിന്നെ അതിന് താളിപ്പാണെന്ന് ചെയ്യാൻ പോണത്. ഞാൻ സിമ്പിളായിട്ടേ ചെയ്യുള്ളൂ. കടുകും പിന്നെ ആദ്യം വെളുത്തുള്ളി ഇട്ടു കേട്ടോ. വെളുത്തുള്ളി ഞാൻ തോലോട് കൂടിയിട്ടാണ് ഇടുക, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് ഉള്ളി വഴട്ടാൻ നിൽക്കില്ല, കാരണം ഞാൻ ഒരു വിസിലും കൂടി അടിക്കും. അത് നന്നായി വരുന്ന സമയം കൊണ്ട് പിന്നെ അപ്പുറത്ത് ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ അതിലേക്ക് കുക്കറിലേക്ക് അത് മാറ്റിയിട്ടാണ്. പിന്നെ ഞാൻ കുക്കർ വീണ്ടും ഒരു വിസിൽ വരാൻ വേണ്ടി ഇട്ടു. കുക്കറിന് വിസിലൊക്കെ വന്ന് അത് പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പരിപ്പ് കറി ആയി. പിന്നെ വേഗം കുറച്ച് പാത്രം ഈ കറിക്ക് വരിഞ്ഞ പാത്രങ്ങളുണ്ടായിരുന്നു, അത് വേഗം കഴുകിയെടുത്തു കേട്ടോ, താളിപ്പിൻ്റെ പാത്രങ്ങൾ. അപ്പോൾ അപ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് തന്നെ അടുത്ത വീട്ടിൽ ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ പടപടയെന്ന് ചെയ്യണത്. പാത്രം കഴുകി അപ്പം തന്നെ ഞാൻ സിങ്കും കഴുകി വെക്കണ്ട, പിന്നെ ആ പണി കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ ചെയ്യാട്ടോ. പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് അധികം ചോറ് വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അപ്പം തന്നെ അത് കൈയോടെ തന്നെ വാർത്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ ചോറ് വാർത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണിക്ക് അംഗൻവാടി കൊണ്ടുപോകണമെന്ന് കാരണം വേഗം അവളെ കുളിപ്പിച്ച് മാറ്റി. പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പപ്പടം ഉണ്ടെങ്കിൽ അവൾ നല്ലോണം ഭക്ഷണം കഴിക്കണ്ട. പിന്നെ അങ്ങനെ വേഗം സമയമില്ലാത്ത സമയം നോക്കി വേഗം ചോറും പപ്പടവും പരിപ്പ് കറിയൊക്കെ കൂട്ടിയിട്ട് അവൾക്ക് ചോറിന് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ലോണം മടി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പോണമ്മേ എന്ന് ചോദിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. 2 ദിവസം ആദ്യത്തെ ദിവസം സത്യം പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് മടി വരുന്ന പോലെ. ഇപ്പം അറിയാലോ എന്തിനാ പോകണമെന്നുള്ളത്. പിന്നെ ഓരോന്ന് പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഈ ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സ് ഞാൻ മീഷോന്ന് അഫോർഡബിളായിട്ട് റേറ്റിന് വാങ്ങിയതാണ് കേട്ടോ. 200 രൂപേൻ്റെ താഴെയാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ എന്താണ് 2 ഭാഗത്ത് കുടുമയൊക്കെ കെട്ടിക്കൊടുത്തു. ഭയങ്കര നിൽക്കണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവൾക്ക് ബാഗിൽ ഒരു പാമ്പേഴ്സും ഒരു ബോട്ടിലും പിന്നെ ഒരു പപ്പടത്തിൻ്റെ ആക്കിയത് ഞാൻ എപ്പോഴും വെച്ച് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകാൻ സമയം 10 മണി 10:30 ആയ സമയത്ത് പോകേണ്ട സമയമായിട്ടാ. പിന്നെ വേഗം അവളെ എണീപ്പിച്ച് ബാഗൊക്കെ ഇടിയിപ്പിച്ച് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് കഥകളൊക്കെ പറയാൻ തുടങ്ങും കേട്ടോ. അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മ കൊടുത്തപ്പോൾ എനിക്ക് ഉമ്മ തരാം കേട്ടോ. ഉമ്മയൊക്കെ തന്ന് ടാറ്റൊക്കെ പറഞ്ഞ് ഈ പോകുന്ന പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ. വേഗം തന്നെ തിരിച്ചു വരാൻ നോക്കും. പിന്നെ അങ്ങനെ റെഡിയായി അംഗൻവാടിക്ക് കൊണ്ടുപോയി കുട്ടീനെ.